ഇതാണ് ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോഡലായിട്ട് ഇറങ്ങിയിട്ടുള്ള CB200x എന്ന് പറയുന്ന ADV മോഡൽ വെഹിക്കിൾ. അതായത് അഡ്വഞ്ചർ മോഡൽ, ഒരു മിനി അഡ്വഞ്ചർ. നമുക്ക് പക്കാ ഒരു അഡ്വഞ്ചറായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും ഒരു മിനി അഡ്വഞ്ചറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹോണ്ട ഈ വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് തന്നെയാണ് അഡ്വഞ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ. പല കമ്പനികളും അഡ്വഞ്ചർ വെഹിക്കിൾ പല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോണ്ടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 200 സെഗ്മെൻറ്റിലുള്ള ഒരു വെഹിക്കിളാണ് ഇത്. ഈ വാഹനം ഇപ്പോൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത് 3 കളറിലാണ്. ഒന്ന് റെഡ് കളറിലും, പിന്നെ സിൽവർ മെറ്റാലിക്, ഏകദേശം ഈ കളറിനോട് സാമ്യമുള്ള കളറും, പിന്നെ ബ്ലാക്കും. ഈ 3 കളറിലാണ് ഇപ്പോൾ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,77,500 വണ്ടിയുടെ പ്രൈസ്. ഇനിയിപ്പോൾ ഷോറൂമിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇനിയിപ്പോൾ ഭാവിയിൽ ചിലപ്പം പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടായിരിക്കും. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള പിസ്റ്റൺ ബോയ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യുക. അത് ഞങ്ങളായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു മീഡിയ ആയിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ഒരു അഡ്വഞ്ചർ വെഹിക്കിളിന് വേണ്ട എല്ലാ ഒരു ഡിസൈനിലും സ്റ്റൈലിലും തന്നെ ആയിട്ടാണ് ഹോണ്ട ഈ വാഹനം ഇറക്കിയിട്ടുള്ളത്. ഫ്രണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു അഗ്രസീവ് അട്രാക്ഷൻ തോന്നിക്കുന്ന ഒരു ലുക്ക് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു വൈസർ കാണാം. എയറോഡൈനാമിക്കും പിന്നെ അതുപോലെ തന്നെ സ്റ്റൈലിഷും കൊടുക്കുന്ന രീതിയിലാണ് ഹോണ്ട ഈ ഒരു ചെറിയ വൈസർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹാൻഡിൽ ബാർ ഓടിക്കുമ്പോൾ നമുക്ക് മാക്സിമം വൈസർ തട്ടാത്ത രീതിയിൽ തന്നെ ഇവിടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡിസൈനും ഹോണ്ട ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ആയിട്ടുള്ള ഹെഡ് ലാമ്പും LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സുമാണ് ഹോണ്ട ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഇപ്പോൾ പുതിയ വരുന്ന ഏകദേശം വാഹനത്തിലൊക്കെ LED ആണ് വരുന്നത്. അത് ഹോണ്ട ഈ വാഹനത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് LED ആയതുകൊണ്ട് LED DRL ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഈ 2 ചെറിയതായിട്ടുള്ള ഈ 2 ലൈറ്റ് നമുക്ക് DRL-ആയിട്ട് നമുക്ക് കീ ഓൺ ചെയ്ത സമയത്ത് കത്തി നിൽക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഹെഡ് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി കത്തി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിന് ഹോണ്ട തന്നെ ഇൻബിൽഡായിട്ട് നമുക്കിതിന് 2 ഹാൻഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ഇൻഡിക്കേറ്ററും വരുന്നത്. മാത്രമല്ല അപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ്റെ ഒരു വലിയൊരു ഇഷ്യൂ ഇപ്പോൾ നമ്മളെ കേരളത്തിലുള്ളതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് കാരണം കുറേ ചിലപ്പോൾ പോലീസുകാർ ഫൈൻ ഈടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പല വണ്ടിയിൽ നമ്മൾ കസ്റ്റം ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ അത് കമ്പനി തന്നെ കൊടുക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ആ ഒരു ഇഷ്യൂ ഈ വാഹനത്തിൽ നമുക്ക് ഇല്ലാതാവുന്നതാണ്. ഇനി നമുക്ക് ടയറിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് ടയർ സൈസും 15 ഇഞ്ച് അലോയാണ് വരുന്നത്. 276 mm സിംഗിൾ ചാനൽ ഡിസ്ക് ബ്രേക്കാണ് ഇതിന് ഹോണ്ട കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഫോക്കാണ്. അതിലൊരു ഗോൾഡൻ ഫിനിഷ് ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ BMW-ൻ്റെ GS310 നമ്മൾ ഈ ഒരു സ്റ്റൈൽ ഫോർക്ക് കണ്ടിട്ടുണ്ട്. അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിന് ഹോണ്ട കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ക്രോം ഫിനിഷിൽ ഹോണ്ട എന്ന് എഴുതിയിട്ടുള്ള ഹോണ്ടയുടെ ഒരു എംബ്ലം കാണാം. പിന്നെ ഇവിടെ 200x എന്നുള്ള ഒരു ചെറിയൊരു സ്റ്റിക്കറും കാണാം. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട്. എല്ലാം എയറോഡൈനാമിക് ആയിട്ടുള്ള ഹോളുകളാണ്. നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഹോളുകളും കാര്യങ്ങളും നല്ല കൊടുത്തിട്ടുള്ളത്. ഹോണ്ട കൊടുക്കുന്നത് ഡയമണ്ട് ടൈപ്പ് സ്റ്റീലായിട്ടുള്ള ഷാസിയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ചെറിയൊരു കവിള് കാണാറ് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒരു സ്റ്റൈലിഷിനൊക്കെ വേണ്ടിയിട്ടാണ് ഹോണ്ട ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വലിയൊരു അഡ്വഞ്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി കൂടുതൽ. ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ലുക്ക് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിറ്റ് തന്നെയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ളതും പിന്നെ നല്ലൊരു പെട്ടെന്ന് നമ്മളെ റോഡിലൂടെ ഓടിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റൈൽ തന്നെയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ ഹോണ്ട കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സിൽവർ കളറും ഈ കിറ്റിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്റ്റൈലിഷ് ആയിട്ടുള്ള 2 ചെറിയ വൈറ്റും റെഡും ആയിട്ടുള്ള ഈ കളറും നല്ലൊരു ഭംഗി തന്നെ ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ വരുന്നത്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് തട്ടാനുള്ള ടെൻഡൻസി അവിടെയും കൂടുതലായിട്ട് തന്നെ കാണുന്നത്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. സാധാരണ എല്ലാ വണ്ടിക്കും 12 തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് ഹോണ്ട കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഹോണ്ട പറയുന്നത് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ 12 ലിറ്റർ അത്ര മോശം കപ്പാസിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എഞ്ചിൻ സ്പെക്ക് പറയുകയാണെങ്കിൽ ഹോണ്ട നമ്മളെ ഹോർണറ്റിന് കൊടുക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. 184.4 cc വരുന്നത്. 17 bhp പവറും 16 Nm ആണ് ഇതിൻ്റെ ടോർക്കും വരുന്നത്. പിന്നെ സീറ്റിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ CB200x എന്നുള്ള ചെറിയൊരു സ്റ്റിക്കർ കാണാം. ആ സൈഡിലും അതുപോലത്തെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലൊക്കെ സാധാ നോർമൽ ഹോർണറ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൈലൻസർ അത് വരുന്നത് ചെറിയ സൈലൻസറാണ്, കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടും ഹോർണറ്റ് വരുന്ന സെയിം സൈലൻസർ തന്നെയാണ് ഇതിനും ഹോണ്ട കൊടുത്തിട്ടുള്ളത്. 810 ഈ വാഹനത്തിന് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള ഒരാൾക്ക് ഒരു അഡ്വഞ്ചർ ബൈക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്ക് സൂട്ടബിളാണ്. കാരണം KTM-ലും പിന്നെ BMW-യുടെ GS310 വരുമ്പോൾ കുറച്ചും കൂടി ഇതിന് ഹൈറ്റ് കൂടുതലായിട്ടാണ് വരുന്നത്. പിന്നെ അഡ്വഞ്ചർ ബൈക്ക് ആകുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതിന് വരുന്നത് 167 mm ആണ് വരുന്നത്. പിന്നെ ഈ വാഹനം വലിയ വെയിറ്റൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. കാരണം ഏകദേശം 147 കിലോ മാത്രം ഭാരം വരുന്നുള്ളൂ. നമ്മൾ യൂണിക്കോണിനൊക്കെ
ഏകദേശം അത്രയൊക്കെ ഭാരം തന്നെയാണ് ഇതിന് വരുന്നത്. ഈ വാഹനത്തിൻ്റെ പുറകിലെ ടയർ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ച് ടയറിനാണ് വരുന്നത്. പിന്നെ ഡിസ്ക് ABS അല്ലാത്ത ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. 220 mm ആണ് ഇതിൻ്റെ ഡിസ്കിൻ്റെ പ്ലേറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ പുറകിൽ മോണോഷോക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ ഹോണ്ടറ്റിലും യൂണിക്കോണിലൊക്കെ കണ്ടുവരുന്ന സെയിം മോണോഷോക്ക് സിസ്റ്റം തന്നെയാണ് ഇതിനും കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് LED ടൈൽ ലാമ്പ് LED ഇൻഡിക്കേറ്റേഴ്സും രണ്ടും ഹോണ്ടറ്റിൽ വരുന്ന സെയിം സാധനം തന്നെയാണ്. ഇതിൽ മാറ്റം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏകദേശം സീറ്റിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടോട്ടലി ഹോണറ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള CBX200 ആണ് ഈ വണ്ടി. ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അപ്പോൾ എല്ലാവരും ഏകദേശം 200 സെഗ്മെൻറ്റിലുള്ള വാഹനമൊക്കെ നമുക്ക് ഏകദേശം 6 സ്പീഡിലാണ് ഗിയർ വരുന്നത്. അപ്പോൾ ഹോണ്ട ഇതിന് 6 സ്പീഡ് ഗിയർ ബോക്സ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായേനെ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. സീറ്റിനെ കുറിച്ച് സംസാരിക്കാം. വലിയ കുഷ്യനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സീറ്റ് തന്നെയാണ്. ഡ്രൈവർ സീറ്റും പില്ലിയൻ സീറ്റും ഒക്കെ വരുന്നത്. കാരണം കുറച്ചൊരു ഹാർഡാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പില്ലിയൻ സീറ്റിൻ്റെ നേരെ താഴെയാണ് നമ്മൾ കീ ഹോൾ വരുന്നത്. ചെറിയ സ്റ്റോറേജ് സ്പേസ്, വണ്ടിൻ്റെ പേപ്പേഴ്സൊക്കെ ഒക്കെ ഉള്ളത് ഇവിടെയാണ് വരുന്നത്. പുറകിലെ ഗ്രാബ് ഹാൻഡിൽ വരുന്നത് സിൽവർ മെറ്റാലിക് കളറിൽ തന്നെയാണ് വരുന്നത്. നല്ലൊരു ഈ ബ്ലാക്കോട് ചേർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ ടാങ്കിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു ബ്ലാക്ക് മാറ്റ് ഫിനിഷ് കാണാം. പെട്ടെന്ന് സ്ക്രാച്ച് ആവുന്ന രീതിയിലാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. അപ്പോൾ നമ്മൾ കയറി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു അഡ്വഞ്ചറിൻ്റെ ഒരു ഫീല് കിട്ടുന്നതാണ് ഈ ഹാൻഡിൽ ബാർ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പിൻ്റെ നേരെ താഴെയായിട്ടാണ് ഇതിൻ്റെ കീ വരുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു തന്നെയാണ്. പിന്നെ ഈ കീ ആഫ്റ്റർ മാർക്കറ്റ് കീ ആണ് വരുന്നത്, അല്ലാതെ ഹോണ്ടയുടെ ഒഫീഷ്യൽ കീ അല്ല. ഹാൻഡിൽ ബാറിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു എഞ്ചിൻ കിൽ സ്വിച്ചും പിന്നെ ഒരു ഹസാർഡ് സ്വിച്ചും പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും, പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിമ്മ്, ബ്രൈറ്റ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പിന്നെ ഒരു പാസിൻ്റെ സ്വിച്ചും, അത്ര തന്നെ ഹാൻഡിൽ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഡബിൾ കേബിൾ ആയിട്ടുള്ള ആക്സിലേറ്ററാണ് കൊടുക്കുന്നത്. ഒന്നും കൂടി സ്മൂത്ത് ആയിട്ടുള്ള റൈഡിനും. നമുക്ക് വാഹനത്തിൻ്റെ മീറ്ററിൻ്റെ കാര്യം സംസാരിക്കാം. ഓണാക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള രീതിയിലാണ് മീറ്റർ വരുന്നത്. കിലോമീറ്റർ പെർ ഹവർ, പിന്നെ ടോട്ടൽ ഇപ്പോൾ 1084 കിലോമീറ്ററുള്ള ഓടി വണ്ടി. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ്, ടൈം, പെട്രോളിൻ്റെ ഇത്, പിന്നെ ഗിയർ ഇൻഡിക്കേഷനും ഇത് നമുക്ക് ഈ മീറ്ററിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ 2 മോഡ് ബട്ടൺസ് ഉണ്ട്. നമുക്ക് ടൈം സെറ്റ് ചെയ്യാനും 2 ട്രിപ്പ് മീറ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ബാറ്ററിയുടെ ചാർജ് പെർസെൻറ്റേജ് ഇതിൽ കാണിക്കുന്നതാണ്. പിന്നെ ABSൻ്റെ ചെറിയൊരു ലൈറ്റും ന്യൂട്രൽ, പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് മീറ്ററിൽ വരുന്നത്. പിന്നെ മീറ്ററിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു കാർബൺ ഫൈബർ ഡിസൈൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മിറർ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഹോണ്ട കൊണ്ടുവന്നിട്ടില്ല. സാധാരണ ഡിയോലും ഇതിലൊക്കെ കണ്ടുവരുന്ന സെയിം ഒരു 2 മിറർ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. നോർമലായിട്ടുള്ള എല്ലാ വണ്ടിക്കും വരുന്നൊരു ഫീച്ചറാണ് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ്. അത് ഈ വാഹനത്തിന് ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് അഡീഷണൽ ആക്സസറിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വണ്ടിയുടെ വിലയിനായിട്ട് 1000 രൂപ കൂടുതൽ കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഓണക്ക് ഹോണ്ട ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈഡിങ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. കാരണം റൈഡ് ചെയ്യുമ്പോഴുള്ള ഫീലും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതിൽ കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാഹനത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, ഡെയിലി യൂസിന് സൂട്ടബിൾ ആണോ കാര്യങ്ങളൊക്കെ പക്ക ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുടെ ഇൻസ്റ്റാ ഐഡി ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. അത് വെച്ച് നിങ്ങൾക്ക് അയാളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് മൈലേജിൻ്റെ കറക്റ്റ് കമ്പനി പറയുന്നതല്ല, നമുക്കൊരു യൂസർ റിവ്യൂ ഉണ്ടല്ലോ, അത് കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. സ്മൂത്ത് ആയിട്ടുള്ള സെൽഫും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഒരു വൈബ്രേഷനൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ അത്ര ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊന്നുമല്ല, സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. ഹോണ്ടയുടെ ഏകദേശം വണ്ടികൾക്കൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്യാം. ഈ ഒരു വാഹനം ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓഫ് റോഡ് വാഹനമാണെങ്കിലും നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈവേയിലൂടെയാണ്. ഒരു വണ്ടിക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു വാഹനം ഓടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വരിക. കാരണം അതിൻ്റെ ഹാൻഡ് ഗാർഡും ഫ്രണ്ടിലെ വിൻഷീൽഡൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു വാഹനം ഓടിക്കുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അത്ര അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ വാഹനം അത്ര വലിയ വെയിറ്റുള്ള വാഹനമൊന്നും അല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എന്നാലും ഭയങ്കര റോഡ് പ്രസൻസാണ് ഈ വാഹനം. കാരണം നമ്മൾ പുതിയ വാഹനം ആയതുകൊണ്ട് തന്നെ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഏത് വാഹനമാണ് എന്നുള്ള ഒരു രീതിയിൽ ശ്രദ്ധ നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട് ഈ വാഹനം ഓടിക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ ഹാൻഡിൽ ബാറായതുകൊണ്ട് റൈഡ് ചെയ്യാൻ നല്ല സുഖമുണ്ട് വാഹനം. ഓവർ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ സീറ്റിങ്ങിൻ്റെ പൊസിഷനും നല്ല അടിപൊളി പൊസിഷനാണ്.
നമുക്ക് ക്യൂട്ടായിട്ടിരുന്ന് അത്ര ലോങ് റൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് ഹോണ്ട ഈ വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഒരു 200cc വാഹനമായതുകൊണ്ട് തന്നെ 200cc സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ അത്രയ്ക്കൊരു പവറേ നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു ക്വിക്കായിട്ടുള്ള ത്രോട്ടിലും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. വണ്ടി സ്ലോലി ഇങ്ങനെ പെട്ടെന്ന് കയറി പോകും, എന്നാലും അത്രയാണ് സ്ലോ അല്ലാണ്. പിന്നെ കയറ്റൊക്കെ ആണെങ്കിലും ഗിയർ ഡൗൺ ചെയ്ത് വലിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കാണാം. ഒരു 154cc പവറും കാര്യങ്ങളൊക്കെ ഈ വണ്ടി നല്ലോണം നൽകുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ വണ്ടി ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വിൻഷീൽഡ് വലിയ വിൻഷീൽഡ് ഒന്നുമില്ല, ഒരു ആവറേജ് വിൻഷീൽഡ്, ചെറിയ വിൻഷീൽഡ് തന്നെ പറയാം. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബ്ലൈൻഡ് സ്പോട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, എന്നാലും ചെറിയ രീതിയിലൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് താനും. പിന്നെ ഞാൻ നേരത്തെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു 5 സ്പീഡ് ഗിയർ ആയതുകൊണ്ട് അതിൻ്റേതായൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനവും 6 സ്പീഡ് ആയതുകൊണ്ട് നമ്മളറിയാതെ തന്നെ ഗിയർ ഒന്നുകൂടി ഇങ്ങനെ തട്ടിപ്പോകുന്നൊരു ടെൻഡൻസി വരുന്നുണ്ട്. അത് കുറച്ച് എന്താ പറയുക, ഒന്നൊരു ഗിയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി കൂടുതൽ കംഫർട്ടായിട്ടുള്ള റൈഡ് നമുക്ക് ഫീൽ ചെയ്യാമായിരുന്നു, ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നെങ്കിൽ. പിന്നെ ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റാണെന്നുള്ളത്. അത് നമുക്ക് റൈഡിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു ഹൈവേയിൽ കുറേ ലോങ് ഒരു 10-30 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ സീറ്റ് കസ്റ്റം ചെയ്ത് കുറച്ചും കൂടി കുഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സീറ്റ് രണ്ടാമത് നമുക്കൊന്ന് കസ്റ്റം ചെയ്ത് എടുക്കുമ്പോൾ ഒരു പക്ഷേ ലോങ് റൈഡിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാതിരിക്കാം. അത് ഒന്ന് ഹോണ്ട ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നി. പിന്നെ വലിയ ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റെബിലിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. മാത്രമല്ല അതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ചാനൽ ABS ആയതുകൊണ്ട് ഫ്രണ്ടിലെ ഡിസ്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ബ്രേക്കൊക്കെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് സ്മൂത്തും കാര്യങ്ങളും നമുക്ക് പുറകിലെ ബ്രേക്ക് നമുക്ക് തരുന്നില്ല, ഒരു ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ബ്രേക്കും അത്ര അങ്ങോട്ട് സ്റ്റെബിലിറ്റി പോരായ്മ ഓടിക്കുന്ന സമയത്ത് നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ABS ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ബ്രേക്കിംഗ് തന്നെ കിട്ടുമായിരുന്നു. പിന്നെ എൻജിൻ നോയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള എൻജിൻ നോയ്സാണ് ഹോണ്ട ഈ വാഹനത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും തരാത്ത രീതിയിലുള്ള എൻജിൻ തന്നെയാണ്. വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ചില വാഹനം നമുക്ക് ത്രോട്ടിൽ കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് സീറ്റിൻ്റെ ഭാഗത്തുനിന്നും എൻജിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഹോണ്ടയുടെ ഈ വാഹനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ കിറ്റ് ഉള്ള വണ്ടിയായിട്ട് കൂടി നമുക്ക് നല്ല സ്മൂത്തായിട്ട് വൈബ്രേഷനൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് വണ്ടി റൈഡ് ചെയ്ത് പോകാവുന്നത്. അത് ഹോണ്ടയുടെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നമ്മളെ ഈ CB200നെ കുറിച്ച് പറയാനുള്ളത്. ഒരു സെമി അഡ്വഞ്ചർ വെഹിക്കിളായിട്ട് നമുക്ക് ഈ വാഹനം ചൂസ് ചെയ്യാം. പിന്നെ ഡെയിലി യൂസിനും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന മൈലേജും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഡെയിലി യൂസിന് യൂസ് ചെയ്യാം. പിന്നെ ലോങ് റൈഡിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല സിറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. സീറ്റിൻ്റെ കുഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഈ വാഹനത്തെക്കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ ഉള്ളത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ കമൻറ്റ് വഴിയോ കാര്യങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.